സെഡ് ഓട്ടോമാറ്റിക്കലി 2017 മോഡൽ നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം. ഈ വാഹനം വന്നിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിട്ടോ. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ടച്ചിങ്ങോ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ വർക്ക് എടുക്കാനുള്ള കണ്ടീഷനിലാണ് ഈ വാഹനമുള്ളത് കേട്ടോ. കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ചെറിയ ചെറിയ മൈനർ ആയാലും 1-2 ടച്ചിങ് മാത്രമേ ഈ വാഹനത്തിന് ചെയ്യാനുള്ളൂ. ഇത് ബമ്പർമലൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് കയറിയിരിക്കണമെന്നല്ലാതെ വേറെ ടച്ചിങ്ങോ ഇതൊന്നും കയറിയിട്ടില്ല കേട്ടോ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാറില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ ടൈപ്പ് 1 നിലവിലുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡ് സെഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. കിലോമീറ്റർ ഓടിയുള്ളത് 1,53,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമായിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പിൽ നിന്ന് നമുക്ക് NOC കേരളത്തിലേക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. NOC എടുക്കാതെ ഈ വാഹനം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ NOC എടുത്തിട്ടാണ് ഈ വാഹനം നമുക്ക് ഡെലിവറി കിട്ടിയത് കേട്ടോ. സിൽവർ കളറിൽ നിങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും സെഡ് ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനിലൊരു വാഹനം തന്നെയാണ് നിലവിൽ ഈ വാഹനം കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 17 സൈസിലാണ് സെഡ് ഓട്ടോമാറ്റിക്കലി അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനിൽ വരുന്ന വാഹനം. അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ നമ്മൾ വന്ന അതേ കണ്ടീഷനിലാണ് കൂടുതൽ വാഹനങ്ങളും നിങ്ങൾ മുന്നിൽ കൊണ്ടുവരല്. പിന്നെ നമുക്ക് വന്നിട്ട് അല്ലെങ്കിൽ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ സെഡ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. അത്രത്തോളം പ്രീമിയം ഒരു കസ്റ്റമർ ആയിക്കാരം സെഡ് ഓട്ടോമാറ്റിക് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഭാഗം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കേരള വണ്ടി യൂസ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ വന്നിട്ടൊരു സ്പാൻഡറിൻ്റെ ഒരു ഭാഗം കൂടി ഈ വാഹനത്തിപ്പോൾ തൊട്ടിട്ടില്ല. ഈ ഒരു കണ്ടീഷനിൽ വാഹനം ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്നുള്ളത് ഒന്ന് വന്ന് ഓടിച്ച് നോക്കിയിട്ട് അത്രത്തോളം ഡ്രൈവിംഗ് കംഫർട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഓവറായിട്ടുള്ളൊരു ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ ചെയ്യാനില്ല. 1-2 ചെറിയ ഡെൻറ്റിങ് വർക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കിലോമീറ്റർ പക്ക ജെനുവിനാണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഇതിൽ കാണിച്ചു കൊടുക്കുക. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ വാഹനം വന്ന അതേ കണ്ടീഷനിൽ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ ഹെഡ്ലൈറ്റ് ഇട്ട് അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു ക്വാളിറ്റിയിൽ പക്ക ഒരു ഫിറ്റിങ്സിലാണ് വാഹനമുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 17 സൈസ് അലോയ്സാണ് സെഡ് ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഒരു 75%, ബാക്ക് ടയർ നോക്കുകയാണെങ്കിലും ഒരു 75% വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബോണറ്റ് പെയിൻറ്റിങ്ങോ ടച്ചിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗം വരുമ്പോഴേ നമുക്കിവിടെ 1-2 ചെറിയൊരു മൈനറായിട്ടുള്ള ചെറിയ ഡെൻ്റ് ഉണ്ട്. എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഷോറൂം കണ്ടീഷൻ ഒരു ഫീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഷോറൂം കണ്ടീഷൻ വാഹനം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ടച്ചിങ് എടുക്കാനുണ്ട്. മൈനറായിട്ടുള്ള കേസാണ്. അതേപോലെ ഈ ഒരു ഡോർമക്ക് വരുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഡോർമൽ ഒന്നും ചെയ്യല്ല. ഈ ബാക്ക് ഭാഗത്ത് മാത്രം ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച്, പെയിൻറ്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പോളിഷ് ചെയ്താൽ പിന്നെ ഡെൻറ്റിങ് പോവില്ല. പോളിഷ് ചെയ്താൽ കല പെട്ടെന്ന് കാണൂല. എന്തായാലും ഒരു ഡെൻറ്റിങ് ചെയ്ത് എടുത്തുകൊണ്ട് ആ ഒരു വൃത്തിയിൽ ചെറിയൊരു പോർഷൻ ചെറുതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പക്ക ഫിനിഷിങ് കഴിക്കാറ് കേട്ടോ. അതേപോലെ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച്, ഇത് നമ്മൾ പോളിഷ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേ നമ്മൾ ഡിക്കിൻ്റെ ഭാഗമൊന്നും പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനി ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഡോറുകളൊന്നും ടച്ചിങ് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഒറിജിനൽ കമ്പനി പെയിൻ്റാണ് ഈ ക്വാർട്ടർ പാനൽ വരുന്നത്, ഡോറ് വരുന്നത്, ഫെൻഡർ വരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് ചെയ്യാനുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗം വരികയാണെങ്കിൽ ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെൻറ്റിങ് ഈ ഒരു ഭാഗത്ത് ചെയ്യാനുണ്ട്. ഇതൊക്കെ കമ്പനി ഒറിജിനൽ പെയിൻ്റാണ് വരുന്നത്. ഈ ഒരു ഡോർമലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡോർമലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്താക്കണ ചെറിയൊരു ഡെൻറ്റിങ് വർക്ക് ചെയ്യാനുണ്ട്. ഈ ഒരു ഭാഗം അറിയാത്ത രീതിയിൽ ടച്ച് ചെയ്ത് നിർത്താവുന്ന ഒരു കേസേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. 2017 മോഡലിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഇത്ര ക്വാളിറ്റിയിൽ ഈ ഡാഷ്ബോർഡ് കാര്യങ്ങൾ അതേപോലെ ഡോർ പാഡ് കാര്യങ്ങൾ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ് ഇപ്പം നിലവിലുള്ളത് കേട്ടോ. അതിന് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത ഒറിജിനൽ ലെതർ സീറ്റ് കവറാണുള്ളത്. സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 8 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, AC, ആംബിയൻസ് ലൈറ്റ്, ക്രൂയിസ് കൺട്രോൾ, സ്റ്റാറിംഗ് കൺട്രോൾ, എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷനിലാണ്. റൂഫും കാര്യങ്ങളൊക്കെ നിലവിലില്ല കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. സെഡ് ഓട്ടോമാറ്റിക്കലി കൂടുതലും വരുന്നൊരു പ്രശ്നമാണ് നമ്മളെ AC വിൻഡോൻ്റെ ആ ഒരു ഭാഗങ്ങൾ ചെറുതായിട്ട് സ്ക്രാച്ച് വരുന്നത്. ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റിത്തരും കേട്ടോ. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ എൻജിൻ വാഷ് പോലും ചെയ്തില്ല, കെമിക്കൽ വാഷോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അത്രത്തോളം പക്ക ക്ലിയറിലാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൂടുതൽ നമ്മളെ ഈ ഒരു വാഹനത്തിന് ഈ ഇന്നോവ ക്രിസ്റ്റകൾക്ക്
ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് ജാം ആയി കഴിഞ്ഞാൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ലെഗ് പൊട്ടും കേട്ടോ. അതേപോലെ ഈ ലെഗിന് ചെറുതായിട്ടൊന്ന് പാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഏതൊരു ഭാഗത്തും ബോണറ്റിൻ്റെ സൈഡ് ഭാഗമോ ഡോറിൻ്റെ സൈഡ് ഭാഗങ്ങളോ ഏതൊരു ഭാഗത്തും ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലൈൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനം കേരളത്തിൽ നമ്പറാക്കിയിട്ട് പിന്നെ ഇത് ഫുള്ള് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് ഫൈനൽ ഫിക്സഡ് റേറ്റ് ആണ്. അതിൽ ബാർഗനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. 17 ലക്ഷം റുപ്യക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നിങ്ങളെ പേർക്കാക്കി തരുന്ന റേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്.